ബഹുമാനപ്പെട്ട ശ്രീ IB സതീഷ്, അങ്ങേക്ക് 12 മിനിറ്റ്. സർ, ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ്. 2025 ഫെബ്രുവരി ആദ്യ ആഴ്ച മേഘാലയയിൽ നടന്ന ഇൻ്റർനാഷണൽ വാട്ടർ കോൺക്ലേവിൽ എൻ്റെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചു. ലോകത്തെ 5 മാതൃകകളിലൊന്നായി കാട്ടാക്കടയിലെ ജലസമൃദ്ധി മാതൃക തിരഞ്ഞെടുത്ത് അങ്ങനെയാണ് അവിടെ എത്തിയത്. അവിടെ നടന്ന ചർച്ചകളിൽ മുഴങ്ങിക്കേട്ടത് കേരളത്തിൻ്റെ മാതൃകയാണ്. മോഡൽ ഓഫ് കൺവർജൻസ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്ലാറ്റ്ഫോമിൽ വിവിധ വകുപ്പുകളെ അണിനിരത്തി നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ, സുസ്ഥിര തൃത്താല അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ പ്രകീർത്തിക്കപ്പെട്ടത്. നമ്മളെല്ലാം ജീവിക്കുന്നത് അനിശ്ചിതത്വത്തിൻ്റെ കാലത്താണ്. ഉഷ്ണവ്യാപനം, മേഘവിസ്ഫോടനം, അനിശ്ചിതത്വത്തിൻ്റെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലത്ത് ഭാവി കാലത്തെ നമുക്ക് എങ്ങനെ മറികടക്കാം? നമുക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് വരുംകാലത്തേക്കുള്ള കരുതലായി സംഘടിപ്പിക്കപ്പെട്ട പദ്ധതി DCAT, ഡിസാസ്റ്റർ ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കർ, 265 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ ആദ്യഘട്ടം നടപ്പാക്കാൻ കഴിഞ്ഞ മണ്ഡലം കാട്ടാക്കടയാണ് എന്ന് അഭിമാനത്തോടെ പറയട്ടെ. കേരളത്തിലെ ആദ്യത്തെ IoT എനേബിൾഡ് മണ്ഡലമായി പഞ്ചായത്തായി കാട്ടാക്കട മണ്ഡലത്തിലെ കാട്ടാക്കട പഞ്ചായത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. വായുമലിനീകരണ തോത് തത്സമയം അറിയാം സർ. ജലനിരപ്പ് തത്സമയം, ഊർജ ഉപഭോഗം തത്സമയം അറിയാം. മഴ, ഈർപ്പം, കാറ്റ്, താപനില എന്നിവയും അറിയാൻ പറ്റും. അതോടൊപ്പം മാലിന്യമുക്തം നവകേരളം വെറുമൊരു പ്രയോഗമല്ല സാർ. ഞങ്ങളുടെ അനുഭവമുണ്ട്. ക്ലീൻ കേരള കമ്പനിയുടെ സഹായത്തോടു കൂടി 4 ആഴ്ച കൊണ്ട് 60 ടൺ മാലിന്യം, വേസ്റ്റ്, തുണി വേസ്റ്റ്, ലെതർ വേസ്റ്റ് മാറ്റാൻ ഹരിതകർമ്മ സേനയുടെ സഹായത്തോടെ കഴിഞ്ഞു. മികച്ച ആസൂത്രണത്തിൻ്റെ പിൻബലത്തോടുകൂടി ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എൻ്റെ ജോലി, എൻ്റെ അഭിമാനം, നമ്മുടെ നാട്ടിൽ തൊഴിൽ സംരംഭകത്വ സംസ്കാരമുണ്ടാക്കാൻ ആത്മവിശ്വാസമാണ് സംരംഭകൻ്റെ യഥാർത്ഥ മൂലധനം എന്ന ബോധ്യം യുവാക്കളിൽ എത്തിച്ച് അവരെ സംരംഭകത്വത്തിലേക്ക് നയിക്കാനുള്ള സമീപനം സ്വീകരിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ അത്ഭുതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 14.69 ലക്ഷം കുടുംബങ്ങൾ, 9.95 കോടി തൊഴിൽ ദിനങ്ങൾ. തൊഴിൽ ലഭിച്ച 5,69,108 കുടുംബങ്ങൾക്ക് 100 ദിവസങ്ങൾ തൊഴിൽ ലഭിച്ചിരിക്കുന്നു. ഇത് ചരിത്രത്തിലാദ്യമായിട്ടാണ് സാർ. കേന്ദ്ര സർക്കാർ വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്ന ഇടപെടലുകളെ അതിജീവിച്ചുകൊണ്ടാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. 64,006 കുടുംബങ്ങൾ കേരളത്തിൽ അതീവ ദരിദ്രരായി ഉണ്ട് എന്ന് കണ്ടെത്താൻ ഈ ഗവൺമെൻറ് തയ്യാറായി. ഇത്രയും കുടുംബങ്ങളിലായി 1,03,999 പേർ അതീവ ദരിദ്രരായുണ്ട്. അവരെ 2005 നവംബർ ആകുമ്പോഴേക്കും അതീവ ദരിദ്രരില്ലാത്ത കേരളമാക്കി പ്രഖ്യാപിക്കാനുള്ള ധീരമായ ചുവടുവയ്പ്പുകളോടുകൂടി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം നമ്മുടെ കേരളത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലയാണ് ചെത്തുതൊഴിലാളി മേഖല. പുതിയ മദ്യനയം രൂപീകരിക്കപ്പെടുമ്പോൾ ചെത്തുതൊഴിലാളി മേഖലയിലെ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുക എന്ന സമീപനം സ്വീകരിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. ടോഡി ബോർഡ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഷാപ്പുകളിൽ നിന്ന് സമാഹരിച്ച 20 കോടിയോളം രൂപ ടോഡി ബോർഡിന് കൈമാറുന്നതിനുള്ള സമീപനം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ദൂരപരിധിയുടെ കാര്യത്തിൽ കള്ള് ഷാപ്പുകളോട് ദീർഘകാലമായി പുലർത്തുന്ന വിവേചനം തിരുത്താൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് കൂടി ആലോചിക്കണം എന്ന അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ്. മയക്കുമരുന്നിനെതിരായി എക്സൈസ് വകുപ്പ് നടത്തുന്ന ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അത് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അഭ്യർത്ഥന, ഒരു നിർദ്ദേശം, സ്കൂൾ കോളേജ് കുട്ടികളെ കൊണ്ട് ഷോർട്ട് ഫിലിം, ഫീച്ചർ ഫിലിം നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവരെ കൊണ്ട് നടത്തിച്ചാൽ
കൂടുതൽ ഗുണമുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർ. മനുഷ്യന് ജീവിക്കാനുള്ളതാണ് ഈ മണ്ണ്. വിവേചനങ്ങളില്ലാതെ അസമത്വങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയണം. പ്രകൃതി വിഭവങ്ങൾ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയണം. മണ്ണും ജലവും സ്ത്രീ സുരക്ഷയും എല്ലാം ഇതിവൃത്തമാക്കുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ടുള്ള പോക്കിൻ്റെ തെളിച്ചവും വെളിച്ചവും എന്ന് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പുകപടലങ്ങൾക്കിടയിൽ കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാർ കൈവരിച്ച നേട്ടങ്ങളെ അപ്രസക്തമാക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടക്കുന്നത്. 2 ദിവസം മുമ്പാണ് ഒരു ക്യൂബൻ സന്ദർശനത്തിൻ്റെ അനുഭവം ഒരു സുഹൃത്ത് പങ്കുവച്ചത്. ക്യൂബൻ തെരുവുകളിൽ ലോറികൾ ബസ് കാത്തു നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് വരുന്നത് കയറുകൊണ്ട് ബെഞ്ചുകൾ കെട്ടിയ ലോറികളാണ്. വളരെ തിക്കി ഞെരുങ്ങി ആ ലോറികളിലേക്ക് കയറുന്ന യാത്രക്കാരോട് സർക്കാരിനെതിരായി എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ അവർ അന്വേഷിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ദുരിതം? അവർ പറഞ്ഞത്, അമേരിക്കൻ പന്നികൾ ഞങ്ങളെ ഉപരോധിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നു എന്നാണ്. കേന്ദ്ര സർക്കാർ കേരളത്തെ, പിണറായി സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് കേരളത്തെ ഉപരോധിക്കുമ്പോൾ ആ ഉപരോധത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള സമരശേഷിയുള്ള ഒരു സമൂഹമായി എന്തുകൊണ്ട് കേരളം മാറിയില്ല? അവിടെയാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്തുകൊണ്ട് ചോര ഞങ്ങൾക്ക് തിളയ്ക്കണം ഞരമ്പുകളിലെന്ന് എന്നത് ഒരു ജീവമന്ത്രമായി കൊണ്ടു നടക്കുന്ന മലയാളിയെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായ സമരമാർഗത്തിൽ പാർലമെന്ററി രംഗത്ത് അണിനിരത്താൻ പറ്റിയിട്ടില്ല എന്നത് ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ കൂട്ടായ്മ ഇന്ന് മെച്ചപ്പെട്ട വിജയം കൈവരിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ത്യ കൂട്ടായ്മയുടെ ആദ്യത്തെ സമര പ്ലാറ്റ്ഫോം ഒരുക്കിയത് കേരളമാണ്, പിണറായി സർക്കാരാണ് എന്ന് നമ്മൾ ഓർക്കണം. കാശ്മീരിൽ നിന്ന് ഫറൂഖ് അബ്ദുള്ള മുതൽ ഇങ്ങ് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ വരെ അണിനിരന്ന പ്രക്ഷോഭം ഫെഡറലിസത്തെ സംരക്ഷിക്കാൻ ആ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ ആദരണീയനായ നേതാവ് ശ്രീ കപിൽ സിബൽ നടത്തിയ പ്രസംഗം അത് ചരിത്രത്തിന്റെ താളുകളിലുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് കേൾക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതോടൊപ്പം ഇവിടെ ഒരു പൊതുബോധം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു സർ. ആ പൊതുബോധം എന്താണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രഭവശാലികളായ പണക്കാരുടെയോ പ്രതാപശാലികളായ ദുഷ്ടന്മാരുടെയോ സേവയ്ക്ക് നിന്ന് അധർമ്മത്തിൽ ചാടി അവരുടെ ഇഷ്ടത്തിൻപടി നടക്കുന്ന പത്രക്കാരൻ പാപ്പരാകേണ്ടി വരില്ല. ഇങ്ങനത്തെ ധർമ്മചൂഷണത്തിന് ഒരുമ്പെടുന്നവൻ അതിപവിത്രമായ പത്രചാരിത്രത്തെ ധ്വംസിക്കുന്നവരും വർത്തമാന പത്രങ്ങൾക്ക് പൊതുവെ പറ്റുന്ന കീർത്തിദോഷത്തെ ഉണ്ടാക്കുന്നവരുമാകുന്നു. ഞാനിത് പറയുമ്പോൾ അസ്യൂട്ടിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നു. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനീയനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സംസാരിക്കുകയുണ്ടായി. ഒരു കേരളത്തിലെ ആദ്യത്തെ ദൃശ്യമാധ്യമം, ദൂരദർശൻ കഴിഞ്ഞാൽ ആദ്യത്തെ ദൃശ്യമാധ്യമം ആദ്യം കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് വേദിയെ ചിരിപ്പിച്ച് MP രാജേഷ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ തലക്കെട്ട് മാറുകയാണ്. അസംതൃപ്തി പ്രകടിപ്പിച്ച് MP രാജേഷ്. ഒരേ സംഭവത്തിന് 2 തലക്കെട്ട്. ഇത് കേരളത്തിലെ മാധ്യമരംഗത്ത് നിൽക്കുന്ന ജീർണിച്ച പ്രവണതയുടെ ഒരു സ്വയം സംസാരിക്കുന്ന മാതൃകയാണ്. എന്താണ് സാർ ഇതിൻ്റെ മനഃശാസ്ത്രം? ഒരു സംഭവം അറിയുകയോ കാണുകയോ ചെയ്യുന്ന ആയിരങ്ങളെയോ പതിനായിരങ്ങളെയോ അല്ല ഈ മാധ്യമങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. കാണാമറയത്തിരിക്കുന്ന കോടിക്കണക്കായ മനുഷ്യരുടെ മനസ്സിലേക്ക് ഇൻഫർമേഷൻ എന്ന ധാരണയിൽ കളവ് നുണകൾ എത്തിക്കുക എന്ന ഒരു മാധ്യമ പരീക്ഷണത്തിൻ്റെ ശാലയായി കേരളം മാറിയിരിക്കുന്നു. സാർ, തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങൾ കൂടുകയാണ്. ഞങ്ങൾ നടത്തുന്നത് അന്വേഷണമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ രാഷ്ട്രീയത്തെ എന്തുകൊണ്ട് ജനങ്ങൾ സ്വീകരിച്ചില്ല, ഞങ്ങളും ജനങ്ങളും തമ്മിൽ എത്ര അകലം എന്തുകൊണ്ടുണ്ടായി എന്ന പരീക്ഷണം എന്ന അന്വേഷണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി 2 ദിവസം മുമ്പ് കൂടെയുണ്ടായി. ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിൽ 45 പേരാണുള്ളത്. അവിടെ നടന്ന ചർച്ച എന്ത് എന്നറിയുന്ന 45 പേരാണ് ഞങ്ങൾ. പക്ഷേ കോടിക്കണക്കായ മലയാളികളുടെ മനസ്സിലേക്ക് തെറ്റായ സന്ദേശം എത്തിക്കുന്നു, പച്ച നുണകൾ എത്തിക്കുന്നു മാധ്യമങ്ങൾ. ഇത് മാധ്യമധർമ്മമാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പുറത്തിരിക്കുന്ന
പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ, നേതാക്കൾ ഉൾപ്പെടെ ചിന്തിക്കണം. ഇന്ന് ഞാൻ, നാളെ നീ, നമുക്ക് അറിയാമല്ലോ. ഒരു ദിവസം കിഴക്കേക്കോട്ടയിൽ ഒരു ത്രിസന്ധ്യാ നേരത്ത് ഒത്തുകൂടിയ കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിൽ കണ്ണുനീരണിഞ്ഞ് തോർത്തുകൊണ്ട് കണ്ണുനീരൊപ്പി രാജി പ്രഖ്യാപിച്ച് രാജ്ഭവനിലേക്ക് രാജി കൊടുക്കാൻ പോയ ആദരണീയനായ ശ്രീമാൻ കെ കരുണാകരൻ ലീഡർ, ഞങ്ങൾക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുകളുണ്ട്. ഇന്നിപ്പോ എന്താ ചാരക്കേസിന്റെ സ്ഥിതി? നമ്പി നാരായണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമെന്താ? ഈ പ്രവണതയ്ക്ക് അവസാനം കുറിക്കണ്ടേ? ഞങ്ങളറിയുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രിയുണ്ട്, സഖാവ് പിണറായി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ചുമട്ടുതൊഴിലാളികളോടും ബീഡി തൊഴിലാളികളോടും സാധാരണ മനുഷ്യരോടും ഒപ്പം വീട്ടിലേക്ക് നടക്കുന്ന സഖാവ് പിണറായി. എം.എൻ. വിജയൻ മാഷ് കടുത്ത രാഷ്ട്രീയ ശത്രുത പുലർത്തുമ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട്. തൻ്റെ തുറന്നു കിടക്കുന്ന വീട് അടച്ച് താക്കോൽ ഭദ്രമായി എത്തിച്ച കരുതലിൻ്റെ അടയാളമായ പിണറായി വിജയനെക്കുറിച്ച്, ഞങ്ങളുടെ നേതാക്കളെക്കുറിച്ച്, അവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് അപ്പുറത്തു നിന്ന് ഒരുപാട് തെറ്റായ പ്രയോഗങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഒരക്ഷരം മിണ്ടാതിരിക്കാൻ കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഞങ്ങളുടെ യോഗങ്ങളിൽ അദ്ദേഹം പറയും, നിങ്ങൾ രാഷ്ട്രീയം പറയണം, നിങ്ങൾ ശക്തിയായി രാഷ്ട്രീയം പറയണം, ഒരിക്കലും വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് തുനിയരുത് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കത് പറയാൻ പറ്റാതെ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഇവിടെ നിന്ന് വിരൽ ചൂണ്ടി ഓരോ സീറ്റുകളിൽ ഇരിക്കുന്നവരുടെയും ചരിത്രം ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മൊബൈലുകളിലേക്ക് വരുന്ന വർത്തമാനങ്ങളുണ്ട്, മെസ്സേജുകളുണ്ട്. അതെല്ലാം ആയുധമാക്കാൻ ഞങ്ങൾ തുടങ്ങിയാൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമായി പോകും. അങ്ങനെ അധപതിക്കാൻ രാഷ്ട്രീയമായി ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അതിന് തുനിയാത്തത് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഇവിടെ മാധ്യമങ്ങൾ ഒരു ആത്മപരിശോധന നടത്താൻ തയ്യാറാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഒരിക്കൽ കൂടി അവസാനിപ്പിക്കുമ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ഒരിക്കൽ കൂടി ഞാൻ ഉദ്ധരിക്കുകയാണ്. സംഗതികളെ യാഥാർത്ഥ്യമായും തന്മയമായും എഴുതി ഫലിപ്പിക്കാൻ ശ്രമിക്കുകയല്ലാതെ അന്യോദ്ദേശത്തോടുകൂടി ദൂഷ്യപ്പെടുത്തി എഴുതുന്നത് നീചകൃത്യമാകുന്നു. ഉത്സവകാലത്ത് സദ്യപ്പകർച്ച കൊടുത്തില്ലെന്ന് വെച്ചോ, താൻ കാണുവാൻ ചെന്നതിൽ സമയമില്ലെന്നോർത്തോ, മറ്റോ ഒരു പേഷ്കാരെയോ തഹസീൽദാരെയോ ആക്ഷേപിക്കാൻ ഒരു ലേഖകൻ പുറപ്പെടുന്നതും പത്രാധിപന്മാർ പത്രങ്ങൾക്ക് മനക്ഷയ ഹേതുവാകുന്നു. ഇങ്ങനെ മനക്ഷയ ഹേതുവാക്കുന്ന പത്രവാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഇനിയെങ്കിലും ആത്മപരിശോധന നടത്തിയില്ലെങ്കിൽ ധ്രുവരാതിമാരുടെ കാലമായി ഈ കാലം മാറും. മാധ്യമരംഗം തിരുത്തപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് ഓർമ്മിപ്പിച്ച് ഈ ധനാഭ്യർത്ഥന